അങ്ങനെ നമ്മുടെ ഗ്യാരേജിൽ നിന്ന് അടുത്തൊരു വണ്ടി റീസ്റ്റോറേഷൻ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് എൻ്റെ പുറകിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റിവീലിങ്ങിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4 മാസമായി വണ്ടി നമ്മുടെ ഗ്യാരേജിലേക്ക് എത്തിയിട്ട്. ഏകദേശം ഒരു നോമ്പിൻ്റെ മുന്നെയാണ് നമ്മുടെ കയ്യിലേക്ക് വണ്ടി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് റെസ്റ്റ് കാര്യങ്ങൾ, എൻജിൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സെറ്റാക്കിയൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു എത്രയാവും ഇതിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ വർക്ക് എടുത്തത്, എത്രത്തോളം വർക്ക് ഉണ്ടായിരുന്നു, എന്തൊക്കെ മോഡിഫിക്കേഷൻ പാർട്സുകൾ ഇതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഒരു കോസ്റ്റ് എത്രയാണ്, ടോട്ടൽ ഈ ഒരു വാഹനം ചെയ്യുന്ന സമയത്ത് എത്ര നമുക്ക് ബഡ്ജറ്റിൽ കാണേണ്ടി വരും, അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്പ്ലെൻഡർ, അതുപോലെ തന്നെ RX100, RX135 അതുപോലുള്ള വിൻറ്റേജ് ബൈക്കുകളൊക്കെ റീസ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാവിയിൽ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം വണ്ടി റിവീൽ ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഗ്യാരേജിൽ നിന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ 1998 മോഡലാണ്. നിങ്ങൾക്ക് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം, ഏകദേശം കംപ്ലീറ്റ് പാർട്സ് A to Z പാർട്സ് നമ്മൾ മാറി കംപ്ലീറ്റ് വൃത്തിയാക്കി വെച്ചിട്ടുള്ളൊരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വണ്ടിയുടെ മോഡലിനെ കുറിച്ചും വണ്ടിയുടെ ഒരു സ്ട്രക്ചർ എങ്ങനെ ആയിരുന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. 1998 മോഡലാണ്. ഞാൻ പറഞ്ഞു 4 മാസം മുന്നെയാണ് നമ്മുടെ കയ്യിലേക്ക് ഈ ഒരു വാഹനം കിട്ടുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പ് കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻജിനൊക്കെ കംപ്ലീറ്റ് ഡാമേജ് ആയിരുന്നു. ക്രാങ്ക്, പിസ്റ്റൺ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഡാമേജ് ആയിരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു വർക്ക് ആണ് നമ്മൾ ഫസ്റ്റ്, നമുക്ക് എൻജിൻ വർക്ക് ആയിരിക്കും. നിങ്ങളുടെ കയ്യിലുള്ള വണ്ടി എൻജിൻ വർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എൻജിൻ വർക്ക് ആയിരിക്കും എടുക്കുക. അപ്പോൾ എൻജിൻ വർക്ക് എടുത്ത് വൃത്തിയാക്കി പുതിയ ഓയിൽ ഒഴിച്ച് ക്ലച്ച് ഡിസ്ക് കാര്യങ്ങൾ, ടൈമിംഗ് ചെയിൻ, ടാപ്പറ്റ് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി സൈലൻ്റ് ആക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ള വർക്കിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ബാക്കിയുള്ള വർക്ക് എന്ന് പറയുമ്പോൾ മെയിൻ വർക്ക് എന്ന് പറയുന്നത് പെയിൻറ്റിങ് പ്രോസസ്സ് തന്നെയാണ്. അതിനാണ് കുറച്ചും കൂടെ നമുക്ക് ടൈം എടുക്കുന്നതും. ഇപ്പോൾ മഴക്കാലമാണ്, മഴക്കാലം ആയതുകൊണ്ട് തന്നെ പെയിൻറ്റിങ് പ്രോസസ്സ് കുറച്ചും കൂടെ ഒരു ലാഗാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് നമുക്ക് നോമ്പിന് മുന്നേ കിട്ടിയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന്, നോമ്പിന് മുന്നേ എന്ന് പറയുമ്പോൾ ഏകദേശം 4 മാസത്തോളം ഈ ഒരു വർക്ക് ചെയ്യാനായിട്ടുണ്ട്. കാരണം അത്രയും വർക്ക് നമുക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഏകദേശം എത്ര നമുക്ക് കോസ്റ്റ് ആയിട്ടുണ്ട്, എത്ര നമുക്ക് ബഡ്ജറ്റ് കാണേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മസ്റ്റായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക, ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. വണ്ടിയുടെ ഒരു ടോട്ടൽ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ ആക്കിയെടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് പറയാം. ഇതൊരു സ്റ്റോക്ക് വണ്ടിയായിരുന്നു, ഹൈറ്റൊന്നും ഇൻക്രീസ് ചെയ്യാത്ത പക്കാ സ്റ്റോക്ക്. ഒരു തൃശ്ശൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്, KL 08 വരുന്ന തൃശ്ശൂർ വണ്ടിയാണ്. അപ്പോൾ തൃശ്ശൂരിലുള്ള ഒരു വ്യക്തിയുടെ ഒരു പയ്യൻ്റെ വണ്ടിയും കൂടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കിങ്ങനെ കംപ്ലീറ്റ് ഒരു വണ്ടി കാണിച്ചു തന്ന് അതുപോലെ ആക്കണം എന്ന് പറഞ്ഞിട്ട് അതേപടി ആ ഒരു സ്ട്രക്ചറിൽ ആക്കിക്കിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളൊരു ഫോട്ടോ കാണിച്ചു തന്നു. വണ്ടി കൊണ്ടുവന്ന സമയത്ത് ഒരു സ്റ്റോക്ക് വണ്ടി വേറൊരു വ്യക്തി മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു വാഹനം നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ ഈ ഒരു വാഹനം ആവണം എന്ന് പറഞ്ഞു. അപ്പോൾ അതേ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ആക്കി കൊടുത്തിട്ടുള്ളതാണ്. ആ ഒരു വണ്ടി എനിക്ക് തോന്നുന്നു ഒരു TN രജിസ്ട്രേഷൻ വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വാഹനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ ആദ്യം ഈ ഒരു വാഹനം പെയിൻറ്റിങ് പ്രോസസ്സാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത്. പെയിൻറ്റിങ് നമ്മൾ കംപ്ലീറ്റ് വണ്ടിയുടെ A to Z പാർട്സുകൾ അഴിച്ചു മാറ്റിയിട്ട് പീസാക്കി വെച്ചതിന് ശേഷം കംപ്ലീറ്റ് റിമൂവർ ഇട്ട് ആ ഒരു പെയിൻറ്റിങ് കംപ്ലീറ്റ് പഴയ പെയിൻറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം പുതിയ പ്രൈമർ കോട്ട് അടിച്ച് നല്ല ക്വാളിറ്റിയുള്ളൊരു പെയിൻറ്റാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ അടിച്ചിട്ടുള്ളത്. ഗ്ലോസി കളറാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ടാങ്കിൻ്റെ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും, അതുപോലെ തന്നെ സൈഡ് കവർ, ബോഡി പാനൽസിൻ്റെ ഒക്കെ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അതുപോലെ തന്നെ എൻജിൻ്റെ ആ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത്രയും ക്വാളിറ്റിയിൽ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മഴക്കാലമാണ്, നിങ്ങൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരും പറയുന്ന കാര്യമാണ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ചളി ആ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ട് നടക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു എഞ്ചിൻ്റെ പോർഷനൊക്കെ നമ്മൾ സിൽവറാണ് അടിച്ചിട്ടുള്ളത്. ആ ഒരു പോർഷനിലേക്കൊക്കെ പെട്രോളും ഈ ഒരു
അഴുക്കും പെട്രോളും അതുപോലെ തന്നെ പുറത്തുള്ള ചളിയും കൂടെ ചേർന്നിട്ട് ഒരു യെല്ലോ കളറായിട്ട് മാറാറുണ്ട്. അപ്പോൾ അതെല്ലാവരും കൊണ്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. ചളി കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഞ്ചിൻ വാങ്ങുക ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക, എപ്പോഴും വൃത്തിയാക്കി കൊണ്ട് നടക്കുക. മഴക്കാലത്ത് കൂടുതലായിട്ട് നമ്മൾ പറയുന്നതാണ് നിക്ലിംഗ് പാർട്സിനൊക്കെ തുരുമ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് നിങ്ങൾ കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മൾ കൊടുക്കുന്ന സമയത്തും വണ്ടി എടുക്കുന്ന സമയത്തൊക്കെ. പിന്നെ ഇതിൽ നമുക്ക് ചെറിയ ചെറിയ സംഭവങ്ങളൊന്നും കൂടെ ചെയ്യാനുണ്ട്. ഈ ബാക്ക് ഗിയറും കൂടെ ഒന്ന് മാറാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മോണോഗ്രാം വരും, സ്പ്ലെൻഡറിൻ്റെ ഒരു മോണോഗ്രാം വരും, അതൊന്ന് സെറ്റ് ചെയ്യാണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓയിലിൻ്റെ ഡോറ് നമുക്ക് പുതിയത് ഇടാനുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളുണ്ട്. അതെന്തായാലും ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നാളെയാണ് ഇത് ഡെലിവറി ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് പെയിൻറ്റിങ്ങിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലെ വർക്കാണ്. ഫ്രണ്ടിൽ നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ ആദ്യം ഈ ഒരു ഫോർക്ക് അയച്ചതിന് ശേഷം വണ്ടി 3 ഇഞ്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. 3 ഇഞ്ച് ഹൈറ്റ് ഇൻക്രീസ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു ഫോർക്ക് ബൂട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ഡിസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്പ്ലെൻഡറിലും അതുപോലെ തന്നെ RX-ലൊക്കെ ഏറ്റവും വലിയൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഡിസ്ക് കറക്റ്റ് സൂട്ടല്ല, അതിൻ്റെ അലൈൻമെൻറ്റ് റെഡി അല്ല എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഫോർക്ക് ബെൻഡായിട്ട് നിൽക്കുന്ന പോലെ തോന്നും. അതുപോലെ തന്നെ ഡിസ്ക് ഒരതുന്നൊരു ഫീലിംഗും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് കറക്റ്റ് പ്രോപ്പർ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വീൽ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കറക്റ്റ് നമ്മൾ ഈ ഒരു ഡിസ്ക് ഇതിലേക്ക് പൾസറിൻ്റെ ഡിസ്ക് ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഫോർക്ക് ഗാർഡ് ഇവിടെ കാണാം. ഈ ഒരു ഫോർക്ക് ഗാർഡും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മെറ്റൽ ടൈപ്പ് ആട്ടോ. ഇതിന് അത്യാവശ്യം കോസ്റ്റ് വരുന്നുണ്ട്. ഇത് മേക്ക് ചെയ്യാൻ തന്നെ കുറച്ച് ഇടങ്ങേറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം കോസ്റ്റ് വരുന്ന ഏകദേശം ഒരു 1500 രൂപൻ്റെ അടുത്ത് ഇത് സ്റ്റിക്കർ വർക്കും പെയിൻറ്റിങ് അടക്കം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു വണ്ടിയുടെ സ്ട്രക്ചറിനനുസരിച്ചുള്ള ഒരു ഫോർ ഗാർഡ് നമ്മൾ ഈ ഒരു വാനത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വരുന്ന ഫ്രണ്ടത്തെ വീലിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 18 ഇഞ്ച് വീലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിന് സൂട്ടായിട്ടുള്ള മോട്ടോഡി ടയറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. രണ്ടും മോട്ടോഡി തന്നെയാണ്, ഫ്രണ്ടും ബാക്കും നമ്മൾ മോട്ടോഡി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു മഡ്ഗാർഡ് കാണാം. ടിസ്റ്ററിൻ്റെ മഡ്ഗാർഡാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് സെറ്റ് ചെയ്യുന്ന സമയത്തും ഇതെല്ലാം നമ്മൾ ക്ലാമ്പ് വെച്ച് സൂട്ടാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഈച്ച് ആൻഡ് എവറി പാർട്സ് സെറ്റ് ചെയ്യുന്ന സമയത്തും ക്ലാമ്പ് കാര്യങ്ങൾ അടിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും ലാഗ് ആയത് കേട്ടോ. നോർമൽ ഒരു വാഹനം നമുക്ക് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു 2 ആഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് പെയിൻ്റ് അടിച്ച് സ്പെയർ മാറിയിട്ട് കൊടുക്കാൻ പറ്റും. ഇതിൽ കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് സൂട്ടാക്കിയിട്ട് വേണം. ഇതിൻ്റെ പാർട്സുകളല്ലാത്ത സംഭവങ്ങൾ നമുക്ക് സൂട്ടാക്കിയിട്ട് വണ്ടി ആ ഒരു സ്ട്രക്ചറിൽ തന്നെ നിലനിർത്തണം. അപ്പോൾ അതിൻ്റെ ഒരു ടൈം എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടേജ് ലുക്കിൽ ഈ ഒരു മെയിൻ ഹെഡിൻ്റെ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഓൾഡ് ടൈപ്പ് നമ്മളെ പഴയ മോഡൽ ആ ഒരു വിൻറ്റേജ് വൈബ് തോന്നിക്കുന്ന ആ ഒരു ഡൂം തന്നെയാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവർക്ക് പ്രൊജക്ടർ കാര്യങ്ങളൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു പ്ലെയിൻ സ്ട്രക്ചറിൽ വരുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം നമ്പർ പ്ലേറ്റ് നമ്മൾ പുതിയ രീതിയിൽ IND വരുന്ന പഞ്ചിങ് നമ്പർ പ്ലേറ്റ് ഈ ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നോർമൽ കാര്യങ്ങളാണ്. എന്നാൽ കൂടി ഞാൻ പറയുന്ന സമയത്ത് അതും കൂടെ പറയുന്നു എന്നുള്ളൂ കേട്ടോ. പിന്നെ 2 സൈഡിലേക്ക് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഷോഗൻ്റെ 2 ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ അത്യാവശ്യം ആളുകൾ ഷോഗൻ്റെ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യമൊക്കെയാണെന്നുണ്ടെങ്കിൽ RXZ-ൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ ആയിരുന്നു. പക്ഷേ RXZ-ൻ്റെ ഉപയോഗിക്കുന്നതിന് ഞാൻ പ്രശ്നം വരില്ല. പക്ഷേ മഴക്കാലത്ത് സമയത്ത് ആണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സ്പ്ലെൻഡറിൻ്റെ വൈറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ യെല്ലോ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഷോഗൺ ഉപയോഗിക്കുക. RXZ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിക്ലിംഗ് ആണ് വരിക. അപ്പോൾ തുരുമ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി മുകളിലേക്ക് ഏറ്റവും ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബാർ ഹാൻഡിൽ കാണാം. ഷോർട്ട് ബാർ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ 3 ഇഞ്ച് ഹൈറ്റ് കൂട്ടിയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു ഫാൻസി കേബിൾ നിങ്ങൾക്ക് കാണാം. ഇത് ഏകദേശം 140 cm വരുന്ന ഒരു ഫാൻസി കേബിൾ നമ്മൾ ഈ ഒരു വാനത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു മോഡൽ വൈസ് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഈ ഒരു വാനത്തിൽ സെറ്റ് ചെയ്ത് അതിൻ്റെ ഒരു വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിതിൽ കുറച്ചുകൂടെ പവറും സ്മൂത്തിനൊക്കെ വേണ്ടിയിട്ട് ഡൊമിനോ ത്രോട്ടിൽ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഓയിൽ ക്യാനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി വർക്കിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡെമ്മിയാണ്. ഇതൊരു ചെറിയൊരു ഡെമ്മി പീസായിട്ട് വെച്ചാണ്. ഇത് വർക്കിംഗ് ആവുന്ന ബ്രഹ്മോൻ്റെ ടൈപ്പൊക്കെ ഉണ്ട്. പക്ഷെ അത് സെറ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതിൻ്റെ ഒരു ബ്രേക്ക് പമ്പ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഡിസ്ക് വെച്ച സമയത്ത് ഈ ഒരു ഓയിൽ ക്യാനും കൂടെ അതിൻ്റെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു RPM കാണാം. RPM കാര്യങ്ങളൊക്കെ ഈ ഒരു വാനത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അഡീഷണൽ ആയിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഇത് കാണാം, ഇതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ കറക്റ്റ് അതിന് അനുസരിച്ചുള്ള RPM കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മീറ്റർ ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാ സ്പ്ലെൻഡറിന് വരുന്ന സ്റ്റോക്ക് മീറ്ററാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഗ്നീഷൻ സ്വിച്ച് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാ നോർമൽ സ്പ്ലെൻഡറിൽ കാണുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ കൂടി സാധാരണ നമ്മൾ സ്പ്ലെൻഡറിന് വരുന്ന ആ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വേറെ മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ടാങ്കിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ
ടാങ്ക് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് വൃത്തിക്ക് പെയിൻ്റ് അടിച്ച് ആ ഒരു സ്റ്റോക്ക് സ്റ്റിക്കറിൽ തന്നെ അത്യാവശ്യം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റോക്ക് എന്താ സ്റ്റിക്കർ ഒട്ടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് സ്റ്റിക്കർ അത് മതി. നമ്മൾ കുറേ റിക്വസ്റ്റ് ചെയ്താണ് ഗ്രാഫിക്സൊക്കെ എത്രയും ചെയ്യല്ലേ, ഗ്രാഫിക്സൊക്കെ ചെയ്തിട്ട് ഇറക്കിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾക്ക് ഇത് സ്റ്റോക്കാണ് മതി എന്ന് പറഞ്ഞ സമയത്ത് ഓക്കെ, അപ്പോൾ അത് സ്റ്റോക്കിൽ തന്നെ നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ സൈഡ് കവറിൻ്റെ പോർഷൻ ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ സ്റ്റോക്ക് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു മോണോഗ്രാമി മിസ്സിങ് ആണ്, ഇത് നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ എഞ്ചിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഹെഡ് കാര്യങ്ങൾ ഇതൊക്കെ നോർമൽ സ്പ്ലെൻഡറിന് വരുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടേജ് പോർഷനിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു RXZ ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് സൂട്ടാക്കിയതല്ല, ഒക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി വണ്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ താഴോ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങൾ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ RXZ ഒരു ക്രാഷ് ഗാർഡ് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ നേരെ താഴെയായിട്ടൊരു എൻജിൻ ഗാർഡ് നിങ്ങൾക്ക് കാണാം. RXZ തന്നെ എൻജിൻ ഗാർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ക്ലാമ്പ് വെച്ച് സെറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ ടൂൾസ് ബോക്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പഴയ തന്നെ ആയിട്ട് വെച്ച്. ടൂൾ ബോക്സ് എനിക്ക് തോന്നുന്നു പുതിയത് കിട്ടാനില്ല. ഷോറൂമിലാണെന്നുണ്ടെങ്കിൽ പുതിയ മോഡൽ വണ്ടിയുടെ ടൂൾ ബോക്സാണ് കിട്ടാനുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ടൂൾ ബോക്സും കൂടെ മാറിയിട്ടുണ്ടാവും. ഇതിലിപ്പോൾ ആകെ ഒരു ടൂൾ ബോക്സാണ് എനിക്കൊരു ചെറിയൊരു ഡീഫാൾട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം അത് കുറച്ചൊരു ഡാമേജാണ്. എന്നാലും കൂടി നമ്മൾ പെയിൻ്റ് അടിച്ച മാക്സിമം ക്ലിയർ ആക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂറോ 1 സൈലൻസർ നിങ്ങൾക്ക് കാണാം. സൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. സീറ്റ് കവർ കാര്യങ്ങൾ അടുപ്പിച്ചിട്ടുണ്ട്. ഇനി കരിയർ ചെറിയ രീതിയിൽ റെസ്റ്റ് ഉണ്ട്. അപ്പോൾ പുതിയ കരിയർ ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു കരിയർ കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നു. അപ്പോൾ ഇന്നൊക്കെ ആയിട്ട് ഈ ഒരു കരിയർ മാറും. അതേപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പഞ്ചിങ് നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഷോഗൺ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ കംപ്ലീറ്റ് സ്റ്റോക്കാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം SDVയിൽ തന്നെയാണ്. നമ്മളിതിൽ 16 ഇഞ്ച് വരുന്ന SDVയിൽ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു മോട്ടോഡി ടയറും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സൈഡിലായിട്ട് നിങ്ങൾക്ക് ഫിനിഷിൻ്റെ ഷോക്ക് കാണാം. ഷോക്കും കാര്യങ്ങളൊക്കെ വെച്ച് ഈ ഒരു 3 ഇഞ്ച് ഹൈറ്റ് കൂട്ടിയത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കംഫർട്ടബിലിറ്റിക്ക് വേണ്ടിയിട്ടും വണ്ടി കുറച്ചും കൂടെ റൈഡിങ് പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു ഫിനിഷിൻ്റെ ഷോക്ക് വെക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻ്റർസെപ്റ്ററിൻ്റെ ഷോക്കൊക്കെ വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇൻ്റർസെപ്റ്ററിൻ്റെ ഷോക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണേണ്ടി വരും. പിന്നെ ബാക്കിലേക്ക് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ടൈൽ ലാമ്പ് നമുക്ക് പഴയ മോഡൽ ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുടെ ജെനുവിൻ ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലേക്കും നിങ്ങൾക്ക് ഷോഗൺ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ കാണാം. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഈ ഒരു സൈഡിലേക്ക് നമ്മൾ റൈറ്റ് സൈഡ് പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഫിനിഷിൻ്റെ ഷോക്ക്, അതുപോലെ തന്നെ ഇതിൽ എഡിറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം നമ്മൾ സ്റ്റാൻഡ് മാറ്റിയിട്ടുണ്ട്. സ്റ്റാൻഡ് ഈ ഒരു 3 ഇഞ്ച് ഹൈറ്റ് കൂട്ടിയതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് കുറച്ചും കൂടെ വലുപ്പം വേണ്ടി വരും. സാധാരണ നോർമൽ സ്റ്റാൻഡ് ആണെങ്കിൽ ഈ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും സ്റ്റാൻഡ് വരിക. അപ്പോൾ നമ്മൾ വണ്ടി വെക്കുന്ന സമയത്ത് സ്റ്റാൻഡ് ഇട്ട് വെക്കുന്ന സമയത്ത് വണ്ടി ചെരിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് നിൽക്കും. അപ്പോൾ അത്യാവശ്യം ചെരിവുണ്ടെന്നുണ്ടെങ്കിൽ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് കുറച്ച് ആഴത്തിലല്ല എവിടെയെങ്കിലൊക്കെ വണ്ടി വെക്കുന്നുണ്ടെങ്കിൽ കുഴിയിൽ എവിടെയെങ്കിലൊക്കെ പോയിട്ട് നമ്മൾ വണ്ടി സ്റ്റാൻഡ് ഇടാൻ നോക്കുന്നുണ്ടെങ്കിൽ വണ്ടി മറിഞ്ഞ് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാൻഡ് അതിൻ്റെ സ്റ്റെബിലിറ്റിയിൽ നമ്മൾ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇത്രയും സ്റ്റെബിലിറ്റി ആയിട്ടും ഒരു വണ്ടി അതിൻ്റെ ഒരു ഷോലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ലെങ്ത്ത് കൂട്ടി കസ്റ്റം ചെയ്തിട്ടുള്ള ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ളത്. പിന്നെ ഹാൻഡിൽ ബാറിൽ നമ്മളൊരു കാര്യം വിട്ടുപോയി, RXZ മിറർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ആളുകൾ ചെയ്യുന്നൊരു മിറർ തന്നെയാണ് RXZ. ഇപ്പോൾ പല മിററുകളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമ്മൾ ഇത്രയും 4 മാസം കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു 60, 65, 70 അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് ഈ ഒരു എമൗണ്ട് വന്നിട്ടുള്ളത്. 70+ എന്തായാലും ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ A to Z ഈച്ച് ആൻഡ് എവറി പാർട്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു നെറ്റ് ബോൾട്ട് ഉൾപ്പെടെ നമ്മൾ പുതിയത് മാറിയതാണ്. 70 ആ റേഞ്ചിലൊക്കെ ആയിട്ടുണ്ട്. ഡിസ്കിനൊക്കെ അത്യാവശ്യം എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ടയർ കാര്യങ്ങൾ ഈ ഒരു ഫ്രണ്ടേജ് പോർഷൻ തെറ്റാൻ തന്നെ അത്യാവശ്യം എമൗണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 70+ ആണ് ഈ ഒരു വാഹനം നമ്മുടെ ഗാരേജിൽ വന്ന് വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു എമൗണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ബഡ്ജറ്റിൽ ഇത് ചെയ്യാൻ വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു പാഷനാണ്. ഇപ്പോൾ RX ഒക്കെ 1 ലക്ഷം 1.5 ലക്ഷം രൂപക്കൊക്കെ വണ്ടികൾ റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി എന്നുള്ള ആൾക്ക് പാഷൻ്റെ പുറത്ത് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ടിന് ഇത് വർത്ത് തന്നെയാണ്. അതെല്ലാം നിങ്ങൾക്ക് സാധാരണ ഒരു നോർമൽ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഒരു 15,000 രൂപയൊക്കെ 25,000 രൂപയൊക്കെ എങ്ങനെ നമുക്ക് വണ്ടി ചെയ്യാനായിട്ട് പറ്റും. വണ്ടിയുടെ വൃത്തിക്കനുസരിച്ചാണ് അല്ലെങ്കിൽ പാർട്സ് മാറുന്നതിനനുസരിച്ചാണ് വണ്ടിയുടെ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് വരിക. അപ്പോൾ ഇത്രയൊക്കെയാണ്
ഈ ഒരു വണ്ടീനെക്കുറിച്ച് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ഒരു 8-9 ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. വീഡിയോ ചെയ്യാതിരിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർക്കുകളുണ്ട്, പിന്നെ കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ലാഗ് വന്നത് കേട്ടോ. തുടർച്ചയായിട്ട് വീഡിയോ ഇടാനൊക്കെയായിട്ട് നോക്കുന്നുണ്ട്, പറ്റുന്നില്ല ഷോപ്പ് തുടങ്ങിയതിന് ശേഷം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും വണ്ടികൾ റീസ്റ്റോർ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ RX 100 ആയിക്കോട്ടെ, 135 ആയിക്കോട്ടെ, RXZ ആയിക്കോട്ടെ, സ്പ്ലെൻഡർ ആയിക്കോട്ടെ, അങ്ങനെ വിൻറ്റേജ് ബൈക്കുകൾ ഏതെങ്കിലും റീസ്റ്റോർ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ ബൈക്കുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളിപ്പോൾ വരുന്ന ബൈക്കുകൾ ഏതെങ്കിലും പെയിൻറ്റിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഒരുപാട് ആളുകൾ പറയുന്നതാണ് കോൾ എടുക്കുന്നില്ല എന്നുള്ളത്. ഒരു ദിവസം 100-150 കോൾ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കോൾ എടുത്തില്ല എന്ന് വരും, എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വരും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും കൂടെ ട്രൈ ചെയ്യുക. ഒരു 3-4 പ്രാവശ്യം എന്തായാലും ട്രൈ ചെയ്യുക. 2-3 പ്രാവശ്യം ട്രൈ ചെയ്താൽ എന്തായാലും നമ്മൾ എടുക്കാറുണ്ട്, എടുക്കാതിരിക്കാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇനി വണ്ടിയുടെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. സൈലൻസർ നമ്മൾ നിക്കിൾ ചെയ്താൽ കേട്ടോ, സൈലൻസർ നമ്മൾ നിക്കിൾ ചെയ്തിട്ടാണ്, മാറിയിട്ടില്ല. സൈലൻസർ കംപ്ലീറ്റ് അത്യാവശ്യം വൃത്തി ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മളത് നിക്കിൾ ചെയ്ത് സെറ്റാക്കിയതാട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. യൂറോ 1 സൈലൻസറാണ്, അതിനൊരു എക്സോസ്റ്റിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ സ്റ്റോക്ക്, അതായത് ബാക്കിയുള്ള പാർട്സുകളൊക്കെ ഇപ്പോൾ അത്യാവശ്യം പാർട്സുകളാണ് ഇതിൽ മാറിയിട്ടുള്ളത്. എക്സ്ട്രാ ആയിട്ടുള്ള മോഡിഫിക്കേഷൻ പാർട്സുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മാറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കോസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ വണ്ടികളുണ്ടെങ്കിൽ റീസ്റ്റോർ ചെയ്യാനായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, എന്തായാലും റീപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.